കോഴിക്കോട് ഞാവൽപ്പഴമെന്ന് കരുതി വിഷക്കായ കഴിച്ച വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമരശ്ശേരിയിൽ വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് കുട്ടി വിഷക്കായ കഴിച്ചത്. ഇതോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിഷേക്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസാണ് ചേരുന്നത്. ലിനറ്റ്, എങ്ങനെയാണ് ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം താമരശ്ശേരിയിൽ ഉണ്ടാകുന്നത്. താമരശ്ശേരി വീടിന് സമീപത്തെ പറമ്പിൽ നിന്നുമാണ് കുട്ടി ഞാവൽപ്പഴമെന്ന് കരുതി മറ്റൊരു വിഷക്കായ കഴിച്ച് ആശുപത്രിയിലാകുന്നത്. ചുണ്ട് തടിച്ചു വരികയും അതോടൊപ്പം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കുട്ടിയെ താമരശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂട്ടുകാർക്കൊപ്പമാണ് അഭിഷേക് ഇത്തരത്തിൽ വിഷക്കായ കഴിച്ചത്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ രണ്ട് കുട്ടികൾ സമാനമായ രൂപത്തിൽ വിഷക്കായ കഴിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കാഴ്ചയിൽ ഞാവൽപ്പഴത്തോട് സാമ്യമുള്ള കായ ആയതുകൊണ്ടാണ് കുട്ടികൾ പറിച്ചു തിന്നുന്നത്. ഇതിൽ ആളുകൾ ഏറെ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. സ്വാതി. ശരി, കോഴിക്കോട് ഞാവൽപ്പഴമെന്ന് കരുതിയാണ് വിഷക്കായ കഴിച്ച വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ കൂടി കേൾക്കാം. ഒരു പഴമാണ്, പിന്നെ ഇത് ഞാവൽപ്പഴം വെച്ചിട്ട് കഴിച്ച അങ്ങനെ അന്നപ്പോൾ ചുണ്ടൊക്കെ വീങ്ങി നാശമായിട്ടുണ്ട്. അപ്പോൾ താമരശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പോരാറിന് കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ഇത് ഞാവൽപ്പഴം പോലെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ തോരി പൊളിച്ചാൽ ഒരു മഞ്ഞ കളറാണ്, ഇതിൽ വിഷക്കായ എന്നാണ് പറയുന്നത്. അപ്പോൾ മക്കൾ നല്ല ശ്രദ്ധ, ആരും ദയവ് ഇതാരും പോയി പറിച്ച് തിന്നല്ലേ ആരും മക്കളോട് പറയുക. ഇത് ഞാവൽപ്പഴം പോലെ ഉണ്ട് സംഭവം. ഇത് സംഭവം ആരുടെ മരത്തിലൊന്നായിട്ട് തൂങ്ങി കിടക്കുകയാണ്.